Hi students, ഇപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Calculate the angles of a quadrilateral in the picture and also angles between their diagonals. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇതാണ്. ചിത്രത്തിൽ ഒരു ചതുർഭുജം തന്നിട്ടുണ്ട്. ആ ചതുർഭുജത്തിന്റെ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കണം, എല്ലാ കോണുകളും കണ്ടുപിടിക്കണം. പിന്നെ എന്ത് ചെയ്യണം? അതിന്റെ ഡയഗണൽ വികർണങ്ങൾക്കിടയിലുള്ള ആംഗിൾസ് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഇതാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ ചില ആംഗിൾസ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ചിത്രത്തിന് ഒരു പേര് കൊടുക്കുകയാണ്. ക്വാഡ്രിലാറ്ററലിന് എന്ത് ചെയ്യുന്നു? ഇതിന് ഞാനൊരു എ എന്ന് പറയുന്ന പേര് കൊടുക്കുന്നു, ഇതൊരു ബി എന്ന് പറയുന്ന പേര് കൊടുക്കുന്നു, ഇതൊരു സി, അതേപോലെ ഇത് ഡി എന്ന് പറയുന്ന പേര് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ചതുർഭുജം ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററലാണ്. ഓക്കെ, ഇനി അതിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇതാ, ഈ ആംഗിൾ എ കണ്ടുപിടിക്കണം, ഈ ടോട്ടൽ ആംഗിൾ കണ്ടുപിടിക്കണം. അതേപോലെ ഇവിടെയുള്ള ആംഗിൾ ഡി, ഇത് ടോട്ടൽ ഇത് 50 എന്നറിയാം, 50 ആണ്, ഇതിന്റെ ബാക്കി കൂടെ നമ്മൾ കണ്ടുപിടിക്കണം. അതേപോലെ ഈ സി മൊത്തം കണ്ടുപിടിക്കണം, ഇത് 30 ആണ്, അതിന്റെ ബാക്കി കൂടെ നമുക്ക് കിട്ടിയാൽ മതി. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കാം, നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ? ഒരു ആർക്ക് അല്ലെങ്കിൽ ഒരു ചാപം അതിന്റെ മറുചാപത്തിൽ ഉണ്ടാക്കുന്ന ആംഗിൾ അല്ലെ എല്ലായ്പ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. എപ്പോഴും എന്താ വരിക? തുല്യമാണ് വരിക. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കുക, ഇത് ഞാൻ ഫസ്റ്റ് ഈ ഒരു ആർക്ക് എടുക്കുകയാണ്. ബി സി എന്ന് പറയുന്ന ഈ ഒരു ആർക്ക് എടുക്കുന്നു. ഈ ആർക്ക്, അപ്പൊ ഈ ആർക്ക് എവിടെയൊക്കെ ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട് നോക്കുക നിങ്ങൾ. ബി ഡി സി എന്ന് പറയുന്ന ഒരു ആംഗിൾ ഉണ്ടാക്കുന്നില്ലേ? ബി സി എന്ന് പറയുന്ന ആർക്ക് ബി ഡി സി എന്ന് പറയുന്ന ഒരു ആംഗിൾ, അത് 50 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അതേ ആർക്ക് തന്നെ, അതേ ചാപം തന്നെ വേറൊരു ആംഗിൾ കൂടെ ഉണ്ടാക്കുന്നില്ലേ? ഇതാ ബി എ സി എന്ന് പറയുന്ന ആംഗിൾ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ആംഗിൾസും എന്തായിരിക്കും? ഈ ആംഗിളും എന്താ വരിക? സെയിം അല്ലേ വരിക അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് 50 ഡിഗ്രി ആണ് വരിക അല്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഇങ്ങനെ എഴുതാം നിങ്ങൾക്ക് അല്ലേ? ആംഗിൾ ബി ഡി സി ഈക്വൽ ടു എന്താണ്? ആംഗിൾ ബി എ സി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 50 ഡിഗ്രി ആണ്. ഒരേ ചാപം ഏതൊരു ചാപത്തിൽ ആൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്, സെയിം ആണ്. അപ്പൊ 50 ഡിഗ്രി ആണ് വരിക. ഓക്കെ, ഇത് നമുക്ക് 50 ആണ് കിട്ടി. ഇനി അതേപോലെ നിങ്ങൾ നോക്കുക, ഇതാ സി ഡി എന്ന് പറയുന്ന ഒരു ആർക്ക് കാണുന്നുണ്ടോ ഇവിടെ അല്ലെ? സി ഡി എന്ന് പറയുന്ന ആർക്ക്, അല്ലെങ്കിൽ സി ഡി എന്ന് പറയുന്ന എന്തെടുത്താൽ മതി? ഞാൻ എടുത്താലും മതി. ഓക്കെ, കോഡ് എടുത്താലും മതി. ഇനി നമ്മൾ നോക്കാം, ഈ സി ഡി ഇവിടെ ഒരു ഉണ്ടാക്കുന്നുണ്ട് അല്ലെ? സി ബി ഡി എന്ന് പറയുന്ന ഒരു ആംഗിൾ ഉണ്ടാക്കുന്നില്ലേ ഇവിടെ? ആംഗിൾ സി ബി ഡി എത്രയാ? 45 അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇതേ സി ഡി തന്നെ ഈ സർക്കിളിൽ വേറെ ഏതെങ്കിലും ആംഗിൾ ഉണ്ടാക്കുന്നുണ്ടോ? ഉണ്ടല്ലോ. ഏതാ? സി എ ഡി എന്ന് പറയുന്ന ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ? സി എ ഡി ഈ ആർക്ക് ഉണ്ടാക്കുന്ന ആംഗിളാ. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ രണ്ടും എന്തായിരിക്കണം? സെയിം ആയിരിക്കണ്ടേ അല്ലെ? ഈ ആംഗിളും സെയിം ആയിരിക്കണം. അപ്പൊ ഇത് എത്ര വരിക? 45 വരിക അല്ലെ? അതായത് നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ എ സി ബി ഡി, ആംഗിൾ സി ബി ഡി ഈക്വൽ ടു ആംഗിൾ സി എ ഡി ആണ്. അത് എത്രയാണ്? 45 ഡിഗ്രി ആണ്. നിങ്ങൾക്കറിയാം അല്ലെ? കാരണം ഒരേ ചാപത്തിലുള്ള എന്താണ്? കോണുകളാണെന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് കിട്ടി. അപ്പൊ നമുക്ക് എ എന്ന് പറയുന്ന ആംഗിൾ ഫുൾ ആയിട്ട് കിട്ടി അല്ലെ? 50 45 95 ഡിഗ്രി ആണ്. അത് നമുക്ക് കിട്ടി. ഇനി അതേപോലെ നിങ്ങൾ അടുത്ത ഈ ആർക്ക് നോക്കുക, ഈ ഒരു ചാപം നോക്കുക നിങ്ങൾ. ഡി എ അല്ലെങ്കിൽ എ ഡി എന്ന് പറയുന്ന ഈ ചാപം, എ ഡി ഉണ്ടാക്കുന്ന ആംഗിൾ അല്ലേ ഈ 30 എന്ന് പറയുന്നത്? എ സി ഡി, ആംഗിൾ എ സി ഡി എത്രയാ? 30. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ ബി ഡിയും എന്തായിരിക്കും? 30 ആയിരിക്കണ്ടേ? ഇതേ ചാപം ഉണ്ടാക്കുന്ന ആംഗിളാണ് ഈ ആംഗിളും അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ എ സി ഡി ഈക്വൽ ടു ആംഗിൾ
എ ബി ഡി ആണ്. അത് എത്രയാണ് നമുക്കറിയാം, 30 ആണ്. അപ്പൊ ഈ ആംഗിൾ എത്രയായി, നമുക്ക് 30 എന്ന് കിട്ടിയല്ലോ, 30 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് ഏത് കോണ് കിട്ടി, എ എന്ന് പറയുന്ന ആംഗിൾ കിട്ടി, കോണ് കിട്ടി. ഈ ഒരു ചതുർഭുജത്തിന്റെ ക്വാഡ്രിലാറ്ററലിന്റെ എ എന്ന് പറയുന്ന കോണ് കിട്ടി. ഇനി ബി എന്ന് പറയുന്ന കോണ് കിട്ടിയല്ലോ അല്ലെ, ഇത് രണ്ടും കൂടെ കൂട്ടിയതാ, 45ഉം 30ഉം കൂട്ടിയതാണ് 75 ആണ് വരിക. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഡി എന്ന് പറയുന്ന ആംഗിളും കണ്ടുപിടിക്കണം, അതേപോലെ ഈ സി എന്ന് പറയുന്ന ആംഗിളും കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നോക്കിക്കോളെ, നമുക്കറിയാം ഇത് ഒരു ചക്രീയ ചതുർഭുജമാണ് അല്ലെ, സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആണ്. സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾസ്, എതിർ കോണുകൾ എന്തായിരിക്കും, അനുപൂരകമായിരിക്കും, അല്ലെങ്കിൽ സപ്ലിമെന്ററി എന്ന് പറയാം അല്ലെ. ഈ ആംഗിളും കൂടെ കൂട്ടിയാൽ 180 ആണ്. ഈ ആംഗിളും കൂടെ കൂട്ടിയാൽ എത്രയാണ്, 180 ആണ്. അപ്പൊ ഇത് നിങ്ങൾ നോക്കിക്കോ, ഇത് ടോട്ടൽ എത്രയാണ് വരുന്നത്, 45, 50, 95 അല്ലേ, 95 ആണ് വരുന്നത്, 95 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സി എന്ന് പറയുന്ന ടോട്ടൽ ആംഗിൾ എത്രയാണ് വരിക, 180 എന്ത് കുറച്ചാൽ മതി, രണ്ടും കൂടെ ഇതും കൂടെ കൂട്ടിയാൽ ആംഗിൾ എയും പ്ലസ് ആംഗിൾ സി സമയം എത്രയാ, 180 ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ എത്രയാ, 95 ആണ്, പ്ലസ് ആംഗിൾ സി സമയം എത്രയാ, 180. അപ്പൊ ആംഗിൾ സി സമം 180 മൈനസ് 95 എന്ന് വരും അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരിക, 85 എന്നല്ലേ വരിക. അപ്പോൾ ആ ആംഗിൾ എത്ര കിട്ടി നമുക്ക്, ആംഗിൾ സി 85 കിട്ടി. ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ആംഗിൾ നിങ്ങൾക്ക് എത്ര അറിയാം, 45 പ്ലസ് 30 എത്രയായി, 75. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി എത്രയാണ്, 180 ആണ് അല്ലെ, കൂട്ടിയാൽ 180 ആണ്. ഇനി അതിൽ ആംഗിൾ ബി എത്രയാ, 75 ആ. 75 പ്ലസ് ആംഗിൾ ഡി സമയം എത്രയാ, 180. അപ്പൊ ആംഗിൾ ഡി ഈക്വൽ ടു 180 മൈനസ് 75, 75 എന്ന് വരും. അപ്പൊ എത്ര വരിക, 105, 105 എന്ന് വരും. അപ്പൊ ഈ ആംഗിൾ എത്ര കിട്ടി നമുക്ക്, 105 എന്ന് കിട്ടി. അപ്പോ ഈ ഒരു ക്വാഡ്രിലേറ്ററിന്റെ 4 ആംഗിൾസും നിങ്ങൾക്ക് കിട്ടി അല്ലെ. ഓരോ ആംഗിൾസ്, ആംഗിൾ എ പറയാം അല്ലെ, ആംഗിൾ എ 95 ആണ്. ആംഗിൾ ബി എത്രയാണ്, ആംഗിൾ ബി ഈക്വൽ ടു 75 ആണ്. ഇനി ആംഗിൾ സി എത്രയാണ്, 85 ആണ്. ആംഗിൾ ഡി എത്രയാണ്, 105 ആണ്. എല്ലാ ആംഗിൾസും കിട്ടിയല്ലോ. ഇനി ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല, ഇനി നമ്മളോട് എന്തും കൂടെ പറഞ്ഞിട്ടുണ്ട്, ഇനി നിങ്ങളോട് എന്ത് കാണാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ആംഗിൾസ് ഒക്കെ കണ്ടുപിടിക്കണം അല്ലെ. ഈ ആംഗിൾ കണ്ടുപിടിക്കണം, അതേപോലെ ഈ ആംഗിൾ കണ്ടുപിടിക്കണം. പിന്നെ ഇത് രണ്ടും കാണേണ്ട ആവശ്യമില്ല അല്ലെ. ഒന്ന് കിട്ടിയാൽ അതിന്റെ ഓപ്പോസിറ്റ് സെയിം ആയിരിക്കൂലേ, ഇത് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് എന്താ വരിക, സെയിം ആവുക. റെഡി. ഇനി ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ആംഗിൾ കണ്ടുപിടിക്കാം. ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ ഈ രണ്ട് ആംഗിൾസ്, നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു ട്രയാംഗിൾ കാണുന്നുണ്ടോ, എ ആണെങ്കിൽ ഇനി ഞാനൊരു പേര് കൊടുക്കാം, ഒ എന്ന് പറയുന്ന പേര് കൊടുക്കുന്നു. എ ഒ ബി എന്ന് പറയുന്ന ട്രയാംഗിൾ കാണുന്നില്ലേ, അതിൽ രണ്ട് ആംഗിൾ എത്രയാ, ഒരാംഗിൾ 50 ഒരാംഗിൾ 30 50ഉം 30 80. മൊത്തം മൂന്നും കൂടെ കൂട്ടിയാൽ നിങ്ങൾക്ക് അറിയാം എത്രയാ വരിക, 180 അല്ലേ, 180. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയാ കിട്ടുക, 180ൽ നിന്ന് ഈ രണ്ട് ആംഗിൾസ് മൈനസ് ചെയ്താൽ മതി അല്ലെ. അപ്പൊ എത്ര വരിക, ഈ ആംഗിള് 100 ഡിഗ്രി വരും അല്ലെ. റെഡി അല്ലേ, ക്ലിയർ അല്ലേ, 100 ഡിഗ്രി. ഓക്കെ. ഇനി ഇത് 100 ഡിഗ്രി ആണെങ്കിൽ ഇതെത്ര വരിക, അതും 100 ഡിഗ്രിയാ വരിക, സെയിം. റെഡി. ഇനി നമുക്ക് ഏതാ ആംഗിൾ കണ്ടുപിടിക്കണ്ടേ, ഈ ആംഗിളും കൂടെ കണ്ടുപിടിക്കണം അല്ലെ. ഇത് കണ്ടുപിടിക്കാൻ ഇത് 45. ഇത് ടോട്ടൽ നിങ്ങൾക്ക് എത്ര കിട്ടിയിട്ടുണ്ട്, 105 എന്നല്ലേ കിട്ടിയ. ആംഗിൾ ഡി 105 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഒരു ആംഗിൾ 50. അങ്ങനെയാണെങ്കിൽ അടുത്ത ആംഗിൾ എത്ര വരിക, 55 വരിക അല്ലെ, 55. അപ്പൊ ഈ ഒരു ട്രയാംഗിൾ നോക്കുക നിങ്ങൾ, എ ഡി ഒ എന്ന് പറയുന്ന ട്രയാംഗിള്, അതിൽ ഒരാംഗിൾ 45 അടുത്ത ആംഗിൾ 55. ഓക്കെ. ഇനി നമ്മൾ ഏത് ആംഗിൾ കണ്ടുപിടിക്കണം, ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കണം അല്ലെ. ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് കിട്ടി, ഇത് ടോട്ടൽ നിങ്ങൾക്ക് അറിയാം എത്രയായിരുന്നു, 105 ആണ്. ഇത് 105 ആണെങ്കിൽ ഈ ആംഗിൾ 50
അങ്ങനെയാണ് ഇത് 55 വരിക. അപ്പോൾ ഇതിന്റെ 3 ആംഗിളും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരിക? 3 ആംഗിളും കൂടെ കൂട്ടിയാൽ 180 വരിക. അപ്പോൾ ഇത് 45 ആണ്, ഇത് 55. ടോട്ടൽ എത്രയായി? 100 ആയില്ലേ? ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 100 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്ര വരിക? 80 എന്ന് വരും അല്ലേ? ഈ ആംഗിൾ 80 ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഈ ആംഗിൾ തന്നെ വരിക 80 ആണ് വരിക. അപ്പൊ നമുക്ക് ഈ ഒരു ക്വാഡ്രിലാറ്ററൽ ചതുർഭുജത്തിന്റെ എല്ലാ ആംഗിൾസും കിട്ടി, അതേപോലെ ഇതിന്റെ ഡയഗണൽസിന്റെ ഇടയ്ക്കുള്ള ആംഗിൾസും കിട്ടി അല്ലേ? വികരണങ്ങൾക്കിടയിലുള്ള ആംഗിളും കിട്ടി. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ചെയ്തു നോക്കണേ. ഇത് നിങ്ങൾ ചെയ്തു നോക്കിക്കഴിഞ്ഞാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുള്ളൂ, മനസ്സിലാവുള്ളൂ. ഓരോന്നായിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എന്ത് നോക്കുക, എഴുതി നോക്കാം. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് പ്രൂവ് ദാറ്റ് എനി ഔട്ടർ ആംഗിൾ ഓഫ് എ cyclic quadrilateral is equal to the inner angle at the opposite vertex. ഓക്കെ, മലയാളത്തിലാണെങ്കിൽ ഒരു ചക്രീയ ചതുർഭുജത്തിലെ ഏത് മൂലയിലെയും പുറംകോൺ എതിർ മൂലയിലെ അകക്കോണിന് തുല്യമാണെന്ന് തെളിയിക്കുക. ഇതാണ് നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. അപ്പോൾ നമ്മളൊരു ഫിഗർ വരച്ചു, ഒരു സർക്കിള്, അതിലൊരു ക്വാഡ്രിലാറ്ററൽ വരച്ചു. എ ബി സി ഡി എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ വരച്ചു. ഇനി നമുക്ക് തെളിയിക്കേണ്ട എന്താ? ഇന്നർ ആംഗിള് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതിന്റെ ഔട്ടർ ആംഗിളിന് സെയിം ആയിരിക്കും അല്ലെ? അപ്പൊ നമ്മളിവിടെ ഈ ഫിഗറിൽ ഈ ഒരു ആംഗിൾ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടില്ലേ? ഈ ആംഗിളും അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇന്നറിൽ വരുന്ന, ഉള്ളിൽ വരുന്ന അകക്കോണും എന്താണ്? തുല്യമാണ്. അതായത് ആംഗിൾ ഡി സമം എത്രയാണ്? ആംഗിൾ സി ബി ഇ. ഇതാണ് നമ്മൾ തെളിയിക്കേണ്ടത്. ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾ നോക്കുക, ഈ ഒരു ചിത്രത്തില് ഈ രണ്ട് ആംഗിളും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടുക? സം ഓഫ് ഈ ആംഗിളും ഈ ആംഗിളും കൂടെ കൂട്ടിയാല് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഏത് കോണുകളാ അത്? ഏത് കോണുകളാ? ലീനിയർ പെയർ അല്ലേ? രേഖീയ ജോഡി കോണുകളല്ലേ ഇത് രണ്ടും? അപ്പൊ ലീനിയർ പെയർ ആണെങ്കിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക? 180 ആണ്. അതായത് ആംഗിൾ എ ബി സി അല്ലെ? കോൺ എ ബി സിയും, അപ്പൊ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ എഴുതി വെക്കാം. കോൺ എ ബി സി പ്ലസ് കോൺ സി ബി ഇ ഈക്വൽ ടു എത്രയാണ്? 180. ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. നമ്മളെ ഒന്നൊന്നും എഴുതിയേക്കാം. ഈ രണ്ട് കോണുകളും ആംഗിൾസും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സം ഇസ് ഈക്വൽ ടു 180 ആണ്. ഇനി നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട് അല്ലെ? ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആണെങ്കിൽ, ഒരു ചക്രീയ ചതുർഭുജമാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാ കിട്ടുക? 180 ആണ് കിട്ടുക എന്ന് പഠിച്ചല്ലേ അല്ലെ? എതിർ കോണുകള് തുക എത്രയാണ്? 180. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ ഡി പ്ലസ് അല്ലെ? ഇതാണ് ആംഗിൾ ഡി. പിന്നെ അതിനെതിരായിട്ട് വരുന്ന ഈ കോണാണ് ആംഗിൾ ഏതെഴുതാം? എ ബി സി സമം എത്രയാണ്? ഈക്വൽ ടു 180 എന്ന് പറയാലോ അല്ലെ? നമ്പർ 2. കാരണം നമുക്ക് എഴുതാം എന്താണ്? ചക്രീയ ചതുർഭുജത്തിലെ എതിർ കോണുകളാണ് അല്ലെ? സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം ആണ്. സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഇസ് ഈക്വൽ ടു എത്രയാ? 180. അപ്പൊ നിങ്ങൾ നോക്കുക, നമുക്കിവിടെ രണ്ട് ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട് അല്ലെ? ആംഗിൾ എ ബി സി പ്ലസ് ആംഗിൾ എ ബി സി പ്ലസ് ആംഗിൾ സി ബി ഈക്വൽ ടു 180 ആണ്. അതേപോലെ ആംഗിൾ ഡി പ്ലസ് ആംഗിൾ എ ബി സി ഈക്വൽ ടു 180 അല്ലെ? ഇത് പ്ലസ് ഇത് 180 ആണ്. അപ്പൊ ഈ രണ്ട് ഇക്വേഷന്റെയും റൈറ്റ് സൈഡ് നിങ്ങൾ നോക്കി നോക്ക്, തുല്യല്ലേ അല്ലെ? 250 അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിന്റെ ലെഫ്റ്റ് സൈഡും എന്തായിരിക്കും? ഈ സൈഡും തുല്യമായിരിക്കൂലേ അല്ലെ? അതായത് നമുക്ക് എന്ത് എഴുതാം? ഫ്രം 1 and 2 അല്ലെ? 1 അതേപോലെ 2 കൂടെ നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ എ ബി സി പ്ലസ് ആംഗിൾ സി ബി ഇ ഈക്വൽ ടു എത്രയാണ്? ആംഗിൾ ഡി പ്ലസ് ആംഗിൾ എ ബി സി ആണെന്ന് എഴുതാം
റെഡി അല്ലേ? ഇതിന്റെ രണ്ടും ഈ രണ്ട് ഈക്വൽ ആണ്. 180 ആയതുകൊണ്ട് ഇതിന്റെ ഈ സൈഡ് ഈക്വൽ ആയിരിക്കും. ഇനി നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ നോക്കി നോക്ക്. ഇവിടെ ഒരു ABC ഉണ്ട്, അതേ ABC ഇപ്പുറത്തെ സൈഡിലുണ്ട് അല്ലെ? ആംഗിള് അത് രണ്ടും ക്യാൻസൽ ചെയ്യാം. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? ആംഗിൾ CBE, ആംഗിൾ CBE ഈക്വൽ ടു കോൺ CB ഈക്വൽ ടു കോൺ എന്താണ്? D എന്ന് കിട്ടി അല്ലെ? ഇതാണോ നമുക്ക് തെളിയിക്കണ്ടേ? CB എന്ന് പറയുന്നത് ഈ കോണല്ലേ? CBE എന്ന് പറയുന്നത് ഈ കോണാണ്. അത് എന്തിന് തുല്യമാണ്? ആംഗിൾ D, കോൺ ഡിക്ക് എന്താണ്? തുല്യമാണ്. ഇതല്ലേ നമ്മളോട് തെളിയിക്കാൻ പറഞ്ഞത്? ഔട്ടറുള്ള ആംഗിള് ഇന്നർ ആംഗിളിന് എന്താണ്? തുല്യമാണ് എന്നാ തെളിയിക്കാൻ പറഞ്ഞേ. അപ്പൊ നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോ നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം, ഏതൊരു സൈക്ലിക് ക്വാഡ്രിലേറ്ററലിലും ഒരു ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഇന്നർ ആംഗിളിന് തുല്യമാണ്. ഓക്കെ, അതായത് ഒരു ചക്രീയ ചതുർഭുജത്തില് ഏത് മൂലയിലെ പുറംകോണും അതിന് എതിരായിട്ട് വരുന്ന അകക്കോണിന് തുല്യമാണ്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഓർമ്മിച്ച് വെക്കണം. നമ്മൾ ഇനിയൊക്കെ ചില പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇത് ഉപയോഗിക്കും അവിടെ. ഓക്കെ, അപ്പൊ ഇത് ഇവിടെ തന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഈ ആംഗിൾ എത്രയാണെന്ന് എഴുതും, അതേ ആംഗിൾ എഴുതാം. റെഡി അല്ലേ? ക്ലിയർ? ഇത് ചെയ്ത് പഠിക്കണേ. നോട്ടിൽ ഇതേപോലെ എഴുതി വെച്ചിട്ട് പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എക്സാമിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് പ്രൂവ് ദാറ്റ് എ പാരലലോഗ്രാം വിച്ച് ഈസ് നോട്ട് എ റെക്റ്റാങ്കിൾ ഈസ് നോട്ട് സൈക്ലിക്. മലയാളത്തിലാണെങ്കിൽ ചതുരമല്ലാത്ത സാമാന്തരികങ്ങളൊന്നും ചക്രീയമല്ലെന്ന് തെളിയിക്കണം. ഇതാണ് നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ചതുരം മാത്രമേ എന്തായിട്ട് വരുള്ളൂ? ഒരു ചക്രീയ ചതുർഭുജം അല്ലെങ്കിൽ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആയിട്ട് വരുള്ളൂ. ഇതാണ് നമുക്ക് കാണിക്കണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാമാന്തരികം നമ്മൾ വരച്ചു നോക്കാം. ഇങ്ങനെ ഞാനൊന്ന് വരക്കുന്നു. ഓക്കെ, അപ്പൊ വരച്ചിട്ട് ഇനി അടുത്ത ഇതിന് ഞാൻ വേണമെങ്കിൽ ഓരോ പേര് കൊടുക്കാം നമുക്ക്. ഇത് A, B, C, D എന്ന് പറയുന്ന പേര് കൊടുക്കാം. അപ്പൊ ഇത് സൈക്ലിക് അല്ല, ചക്രീയമല്ല എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത് അല്ലേ? ചക്രീയമാണെങ്കിൽ എന്തായിരിക്കണം? ചക്രീയമാണെങ്കിൽ എന്ത് മാത്രമേ വരുള്ളൂ? അതൊരു ചതുരമായിരിക്കണം. ഇതാണ് വരിക. അപ്പൊ നിങ്ങൾ നോക്കിക്കോ, ഇതൊരു സൈക്ലിക് ആണെന്ന് വിചാരിക്കാം. ചക്രീയമാണെങ്കിൽ ആംഗിൾ A പ്ലസ് ആംഗിൾ C എന്തായിരിക്കും വരിക? 180 അല്ലേ വരേണ്ടത് അല്ലേ? ചക്രീയമാണെങ്കിൽ ആംഗിൾ A പ്ലസ് ആംഗിൾ C ഈക്വൽ ടു എത്ര വരണം? ഈ ആംഗിളും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരണം? 180 വരണം. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുക, ഒരു പാരലലോഗ്രാമിൽ ഒരു സമാന്തരികത്തിന്റെ എതിർകോണുകൾ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണ്? ഈക്വൽ ആണ്. നിങ്ങൾ പഠിച്ചതാ മുമ്പ് അല്ലെ? ഒരു സമാന്തരികത്തിന്റെ എതിർകോണുകൾ എന്താണ്? തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ A ഈക്വൽ ടു എന്തുമായിരിക്കണം? ആംഗിൾ C ആയിരിക്കണ്ടേ അല്ലെ? അപ്പൊ ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ C ആയിരിക്കണം. പിന്നെ ആംഗിൾ A പ്ലസ് ആംഗിൾ C കൂട്ടിയാൽ എന്ത് കിട്ടണം? 180 കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഓരോ ആംഗിളും എത്ര വരണം? രണ്ടും കൂടെ കൂട്ടിയാൽ 180 കിട്ടണം. സം 180 ആണ്. പിന്നെ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്, തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ഓരോ ആംഗിളും എത്രയായിരിക്കണം? 90 ആയിരിക്കണ്ടേ? ആംഗിൾ A 90 ആയിരിക്കണം, അതേപോലെ ആംഗിൾ C എന്തായിരിക്കണം? 90 ആയിരിക്കണം. അപ്പൊ രണ്ടും 90 ആണെങ്കിൽ ഈ എന്തായിരിക്കണം? ഈ പാരലലോഗ്രാം എന്ന് പറയുന്നത് ഏതാ വരിക? ഒരു റെക്റ്റാങ്കിളാ വരിക അല്ലെ? ഒരു ചതുരമാണ് വരിക. അപ്പൊ ചതുരമാണെങ്കിൽ മാത്രമേ എന്താവുള്ളൂ? അതൊരു സൈക്ലിക് ആവുള്ളൂ. നമ്മൾ സൈക്ലിക് ആണെങ്കിൽ എന്നും പറഞ്ഞിട്ടല്ലേ എടുത്തേ? അപ്പൊ സൈക്ലിക് ആവണമെങ്കിൽ ഈ ആംഗിൾസ് 90 ആവണം. 90 വരണമെങ്കിൽ ഇത് രണ്ടും 90 ആണെങ്കിൽ ഇതെന്താണ്? ഒരു ചതുരമാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? നമുക്ക് പാരലലോഗ്രാം സൈക്ലിക് ആവണമെങ്കിൽ അതെന്തായിരിക്കണം? ഈസ് എ റെക്റ്റാങ്കിൾ ആയിരിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, റെക്റ്റാങ്കിൾ മാത്രമേ എന്തായിട്ട് വരുള്ളൂ? സൈക്ലിക് ആയിട്ട് വരുള്ളൂ.
ഓക്കെ, സിമ്പിൾ ആണ്. ഇനി നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. പറഞ്ഞിരിക്കുന്ന നാലാമത്തെ ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് എനി നോൺ ഐസോസ്ലസ് ട്രപ്പീസിയം ഈസ് നോട്ട് സൈക്ലിക്. അതായത് മലയാളത്തിലാണെങ്കിൽ സമപാർശ്വമല്ലാത്ത ലംബകങ്ങളൊന്നും ചക്രീയമല്ലെന്ന് തെളിയിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ലംബകം എടുത്തു. ഈ ലംബകത്തിന് ഞാനൊരു പേര് കൊടുക്കുകയാണ്. എ ബി സി ഡി എന്ന് പറയുന്ന ഒരു പേര് കൊടുക്കുന്നു. എ ബി സി ഡി എന്ന് പറയുന്ന ഒരു ലംബകം. ഓക്കെ, അതിൽ എന്തല്ല, സമപാർശ്വ ലംബകം അല്ല, ഐസോസ്ലസ് ട്രപ്പീസിയം അല്ല. അതായത് എ ബി നോട്ട് ഈക്വൽ ടു എന്താണ്, എ ബി നോട്ട് ഈക്വൽ ടു സി ഡി ആണ്. എ ബിയും സി ഡിയും ഈക്വൽ അല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബി നോട്ട് ഈക്വൽ ടു എന്ത് പറയാം, നമുക്ക് ആംഗിൾ സി എന്ന് പറയാലോ അല്ലെ. ഈ കോണും എന്താവൂല, തുല്യമാവൂല, ഈക്വൽ ആവൂല. ഓക്കെ, കാരണം ഇത് രണ്ടും നമ്മൾ എന്തെടുത്തു, ഇത് രണ്ടും ഈക്വൽ അല്ല എന്നാ പറഞ്ഞത് അല്ലെ. ഇതും എന്തല്ല, ഈക്വൽ അല്ല. അതുകൊണ്ട് തന്നെ ആംഗിൾ എ നോട്ട് ഈക്വൽ ടു എന്താണ്, ആംഗിൾ സി. ഇനി ഇതിൽ നിങ്ങൾ നോക്കുക, ഈ ആംഗിളും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുക, നിങ്ങൾ പഠിച്ചതാ അല്ലെ. ആ ആംഗിൾ ബി പ്ലസ് ആംഗിൾ എ എത്രയാണ്, 180 ആണല്ലോ അല്ലെ. ആംഗിൾ ബി പ്ലസ് ആംഗിൾ എ ഈസ് ഈക്വൽ ടു 180 ആണ്. എന്തുകൊണ്ടാ, എങ്ങനെയാ, ആന്തര സഹകോണുകൾ എന്ന് പറയാം നമുക്ക് അല്ലെ. ഓക്കെ, അത് 180 ആണ്, ഡിഗ്രി ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇനി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ആംഗിൾ, നമുക്ക് ഇത് സൈക്ലിക് അല്ല എന്നാ കിട്ടേണ്ടത്, ചക്രീയമല്ല. ചക്രീയമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആംഗിളും കൂടെ കൂട്ടിയാൽ എന്തല്ല, 180 അല്ല എന്ന് കിട്ടിയാൽ മതി അല്ലെ. എതിരുള്ള കോണുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, കൂട്ടിക്കഴിഞ്ഞാൽ 150 അല്ല വരിക എന്ന് കിട്ടിയാൽ മതിയല്ലോ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുക, ഇവിടെ എതിരുള്ള കോണുകൾ ഏതൊക്കെയാ, ഒന്ന് എയും സിയും ഉണ്ട്, അല്ലെങ്കിൽ ബിയും ഡിയും ഉണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കുക, ഇവിടെ ആംഗിൾ ബി നോട്ട് ഈക്വൽ ടു ആംഗിൾ സി അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ബിക്ക് പകരം ഞാൻ ആംഗിൾ സി കൊടുക്കുന്നു. ആംഗിൾ സി പ്ലസ് ആംഗിൾ എ 180 ആവുമോ എപ്പോഴെങ്കിലും? ആംഗിൾ ബിയും സിയും നോട്ട് ഈക്വൽ ആ. നമുക്കറിയാം ആംഗിൾ ബി പ്ലസ് ആംഗിൾ എ ഈക്വൽ ടു 180 ആ. ഈ ബിക്ക് പകരം ഞാൻ എന്ത് കൊടുത്തു, സി എന്ന് കൊടുത്താൽ ഇതൊരിക്കലും 180 വരൂലല്ലോ. നോട്ട് ഈക്വൽ ടു എന്തായിരിക്കും, എല്ലായ്പ്പോഴും 180 ആയിരിക്കും അല്ലേ. അതായത് ഈ ആംഗിളും കൂടെ കൂട്ടിയാൽ നോട്ട് ഈക്വൽ ടു 180 ആണ്. അപ്പൊ എന്തല്ല, ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി അല്ല അല്ലെ, അനുപൂരകമല്ല എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇത് സൈക്ലിക് ആവോ? സൈക്ലിക് ആണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ചക്രീയമാണെങ്കിൽ എന്തായിരിക്കണം, ഓപ്പോസിറ്റ് ആംഗിൾസ് ആഡ് ചെയ്താൽ എന്താ കിട്ടേണ്ടത്, 180 ആ. അപ്പൊ നമുക്ക് ഓപ്പോസിറ്റ് ആംഗിൾസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തല്ല കിട്ടുന്നത്, നോട്ട് ഈക്വൽ ടു 180 ആ. therefore ABCD എന്ന് പറയുന്നത് എന്തല്ല, ഈസ് നോട്ട് സൈക്ലിക് അല്ലെ. ABCD ഈസ് നോട്ട് സൈക്ലിക്. ABCD എന്നല്ല, ഒരു ചക്രീയമല്ല എന്ന് പറയാം. ഇതല്ലേ നമ്മളോട് പറഞ്ഞത് അല്ലെ, തെളിയിക്കാൻ പറഞ്ഞത് ഇതാണ്. നോൺ ഐസോസ്ലസ് ട്രപ്പീസി ആണെങ്കിൽ അതെന്തല്ല, സൈക്ലിക് അല്ല അല്ലെ. ഓക്കെ, ക്ലിയർ ആയല്ലോ എല്ലാവർക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടെക്സ്റ്റ് ബുക്കിലുള്ള 5ാമത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, ഇൻ ദ പിക്ചർ ബൈസെക്ടർ ഓഫ് അഡ്ജസന്റ് ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ABCD intersect at PQRS. Prove that PQRS is a cyclic quadrilateral. മലയാളത്തിലാണെങ്കിൽ ചിത്രത്തിൽ ABCD എന്ന് പറയുന്ന ചതുർഭുജത്തിന്റെ അടുത്തടുത്തുള്ള കോണുകളുടെ സമഭാജികൾ പരസ്പരം മുറിച്ചു കടക്കുന്ന ബിന്ദുക്കളാണ് PQRS. PQRS ഒരു ചക്രീയ ചതുർഭുജമാണെന്ന് തെളിയിക്കുക. ഇതാണ് നമ്മളോട് പറഞ്ഞത്. ഓക്കെ, അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എ എന്ന് പറയുന്ന ആംഗിളിന്റെ ബൈസെക്ടർ, ആംഗിളിന്റെ സമഭാജിയാണ് നമ്മളിങ്ങനെ വരച്ചിരിക്കുന്നത്.
അതേപോലെ ഡി എന്ന് പറയുന്ന ആംഗിൾ കോണിന്റെ സമഭാജിയാണ്, ബൈസെക്ടർ ആണ് വരച്ചിരിക്കുന്നത്. ഇവിടെ ബിയുടെ ബൈസെക്ടർ വരച്ചിട്ടുണ്ട്, അതേപോലെ സിയുടെ ബൈസെക്ടറും വരച്ചിട്ടുണ്ട്, സമഭാജി വരച്ചിട്ടുണ്ട്. അപ്പൊ ഇത് തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഉണ്ടല്ലോ, ഏതൊക്കെയാ? ഒന്ന് പി ഉണ്ട്, ഒന്ന് ക്യു, ആർ, എസ് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾ ഒരു ചതുർഭുജം കാണുന്നില്ലേ, ഒരു ക്വാഡ്രിലേറ്ററൽ ചെറുത്. ഈ ഒരു ക്വാഡ്രിലേറ്ററൽ എന്താ നമുക്ക് തെളിയിക്കണം? സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആണ്. ഇതാണ് നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞത്. ഒരു ചക്രീയ ചതുർഭുജമാണെന്ന് തെളിയിക്കണം. അപ്പോൾ ഒരു ക്വാഡ്രിലേറ്ററൽ ചക്രീയം അല്ലെങ്കിൽ സൈക്ലിക് ആണെന്ന് തെളിയിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ്, എതിർ കോണുകൾ അനുപൂരകമാണ്, സപ്ലിമെന്ററി ആണ് എന്ന് കാണിച്ചാൽ പോരെ അല്ലെ? അതായത് ഈ ആംഗിളും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാ? 180 ആണ്. അല്ലെങ്കിൽ ഈ ആംഗിളും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ്? 180 ആണെന്ന് കാണിച്ചാൽ മതി. റെഡി അല്ലേ? ഇനി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഈ ആംഗിളും ഈ എസും സെയിം ആയിരിക്കൂലേ? ഈ ആംഗിൾ എസ് എന്ന് പറയുന്ന ഈ ആംഗിളും ഇതും സെയിം ആണ്. അതേപോലെ ഈ ക്യൂ എന്ന് പറയുന്ന ഇവിടെയുള്ള ഈ ആംഗിളും എന്താ? സെയിം ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് കാണിച്ചാൽ മതി? ആംഗിൾ എസ് അല്ലെ, ഈ എസ് എന്ന് പറയുന്ന ആംഗിളും ഈ ക്യൂ എന്ന് പറയുന്ന ആംഗിളും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടിയാൽ മതി? നമുക്ക് 180 കിട്ടിയാൽ മതി അല്ലെ? 180 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഇതൊരു സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആണ്, ചക്രീയ ചതുർഭുജമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. റെഡി? ഇനി നിങ്ങൾ നോക്കുക, അതിനു വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ എടുക്കുകയാണ്. ഈ ആംഗിൾ എ എന്ന് പറയുന്നത്, ഒരു 2a, സ്മോൾ ലെറ്റർ 2a ആണ് എടുക്കാം. അതേപോലെ ആംഗിൾ ബി എന്ന് പറയുന്നത് 2b ആണ്. ബി എന്ന് പറയുന്ന കോൺ ഒരു 2b ഡിഗ്രി ആണെന്ന് വിചാരിക്കാം. സി എന്ന് പറയുന്നത് ഒരു 2c ഡിഗ്രി ആണ്. ആംഗിൾ സി എന്ന് പറയുന്നത് ഒരു 2c, സ്മോൾ ലെറ്റർ സി ആണ്. അതേപോലെ ആംഗിൾ ഡി എന്ന് പറയുന്നത് എന്താണ്? ഒരു 2d ആണെന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇപ്പൊ നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞ പ്രകാരം ആംഗിൾ എയുടെ ബൈസെക്ടർ ആണ് നമ്മൾ വരച്ചിരിക്കുന്നത് അല്ലെ? സമഭാജിയ. അങ്ങനെയാണെങ്കിൽ ഇത് അതിന്റെ പകുതി ആയിരിക്കൂലേ? ഇത് എത്രയാ വരിക? എ ആണ് വരിക. ഇത് എത്രയാ വരിക? എ ആണ് വരിക. ഇനി അതേപോലെ ഇതിന്റെ ബൈസെക്ടർ അല്ലേ ഇത് വരച്ചിരിക്കുന്നത്? സമഭാജി അല്ലേ കോണിന്റെ? അപ്പൊ ഈ കോണത്തിലെ വരിക? ബി ആണ് വരിക. ഇത് നമ്മൾ ഡി ആണ് വരിക. നമ്മൾ ടോട്ടൽ എത്ര എടുത്ത്? 2d എന്നല്ലേ എടുത്തത്? ടോട്ടൽ 2d എന്നാണ് എടുത്തത്. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് ഡി ആ വരിക, അപ്പുറത്തുള്ള ഈ ആംഗിൾ എത്ര വരിക? ഡി ആണ് വരിക. അതേപോലെ ഇത് എത്ര വരിക? ഇത് സി ആണ് വരിക. ഇതും എന്താ വരിക? സി ആ വരിക. ഇനി ഇത് ബി ആണ് വരിക. അതേപോലെ ഇതും എന്താണ് വരിക? ബി ആ വരിക. നമുക്കറിയാം. ഓക്കെ, ഇനി നമ്മൾ തെളിയിക്കേണ്ട കാര്യം നിങ്ങളോട് മറന്നു പറയാം. ഈ കോൺ എസും കോൺ ക്യൂവും കൂടെ ആഡ് ചെയ്താൽ 180 എന്ന് തെളിയിക്കണം. 180, സം ഓഫ് എസ് പ്ലസ് ക്യൂ ഈക്വൽ ടു 180 എന്നാണ് കിട്ടേണ്ടത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ആംഗിൾ എസ് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ ഇവിടെ ഒരു ട്രയാംഗിൾ കാണുന്നുണ്ടോ? ASD എന്ന് പറയുന്ന ട്രയാംഗിൾ ASDയിലെ 3 ആംഗിളും കൂടെ കൂട്ടിയാൽ നിങ്ങൾക്ക് എത്ര അറിയാം? 180 എന്ന് അറിഞ്ഞൂടെ അല്ലെ? ആംഗിൾ എസ് പ്ലസ് ഡി പ്ലസ് എ ഈക്വൽ ടു 180 അല്ലെ? 3 കൂടെ കൂട്ടിയാൽ ത്രികോണത്തിലെ 3 കോണുകളും കൂട്ടിയാൽ 180 ആണ്. അങ്ങനെയാണെങ്കിൽ കോൺ എസ്, ആംഗിൾ എസ് പ്ലസ് ഈ ആംഗിൾ എത്രയാ? ഡി അല്ലേ? ഡി പ്ലസ് ഈ ആംഗിൾ എത്രയാ? എ അല്ലേ? നമ്മളെടുത്ത എ ഈക്വൽ ടു എത്രയാണ്? 180 ആണ്. അങ്ങനെയാണെങ്കിൽ കോൺ എസ്, ആംഗിൾ എസ് സമം എന്ത് ചെയ്താം? 180 മൈനസ് എ മൈനസ് ഡി എന്ന് എഴുതിക്കൂടെ അല്ലേ? അപ്പൊ നമുക്ക് ആംഗിൾ എസ് കിട്ടി. ഇനി അതേപോലെ നിങ്ങൾ ഇവിടെ ഒരു ട്രയാംഗിൾ കാണുന്നുണ്ടോ? CQB അല്ലെങ്കിൽ BQC എന്ന് പറയുന്ന ട്രയാംഗിൾ BQC എടുത്ത് നോക്കുക നിങ്ങൾ. BQCയിലും ഈ 3 ആംഗിൾസ്, ഈ ആംഗിള് അതേപോലെ ഈ ആംഗിള് മൂന്നും കൂടെ കൂട്ടിയാൽ 180 അല്ലേ? 150 അല്ലേ? അതായത് കോൺ Q പ്ലസ് ഏതാ? ബി അല്ലെ? ഈ ആംഗിള് ബി നമ്മൾ എടുത്തിട്ടുണ്ട്. ബി പ്ലസ് ഈ
ഈ ആംഗിൾ എത്രയാ? സി എന്ന് എടുത്തിട്ടുണ്ട്. സി ഈക്വൽ ടു എത്രയാണ്? 180 ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ക്യൂ കോൺ ക്യൂ ഈക്വൽ ടു 180 മൈനസ് സി ഇപ്പുറത്തേക്ക് എടുക്കാം അല്ലെ. സി ബി ഇപ്പുറത്തേക്ക് എടുക്കാം, മൈനസ് ബി ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആംഗിൾ എസും കിട്ടി, ആംഗിൾ ക്യൂവും കിട്ടി. ആംഗിൾ എസും കിട്ടി, ആംഗിൾ ക്യൂവും കിട്ടി അല്ലെ. ഇനി നമുക്ക് അത് ആഡ് ചെയ്ത് നോക്കിയാൽ എന്താ നമുക്ക് വേണ്ട? എന്താ? ഇത് എസ് ആണെങ്കിൽ ഇതും എസ് തന്നെയാണ്, ഇത് ക്യൂ ആണെങ്കിൽ ഈ ആംഗിളും ക്യൂ ആ. ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 180 കിട്ടിയാൽ നമുക്ക് എന്ത് പറയാം? സൈക്ലിക് ആണ് അല്ലെ. അപ്പൊ ആംഗിൾ എസും കിട്ടി, ആംഗിൾ ക്യൂവും കിട്ടിയില്ലേ? അത് തന്നെയല്ലേ ഈ രണ്ട് ആംഗിൾസ്. ഇനി നമ്മൾ അത് ആഡ് ചെയ്ത് നോക്കാം. ആംഗിൾ എസ് പ്ലസ് ആംഗിൾ ക്യൂ ഈക്വൽ ടു എസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് 180 150 മൈനസ് എ മൈനസ് ഡി ആണ്, പ്ലസ് ആംഗിൾ ക്യൂ എന്ന് പറയുന്നതോ 150 മൈനസ് സി മൈനസ് ബി ആണ് അല്ലെ. സമം 150 150 കൂടെ കൂട്ടിയാൽ എത്രയാ? 360 അല്ലെ. 360 മൈനസ് എ മൈനസ് ഡി മൈനസ് സി മൈനസ് ബി. മൈനസ് നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുക്കുക. അപ്പൊ എന്താ വരിക? എ പ്ലസ് ഇത് ബി അല്ലെ. ബി പ്ലസ് ഒരേ ഓർഡറിലായിരുന്നു സി പ്ലസ് എന്താ എഴുതാം നമുക്ക്? ഡി എന്ന് എഴുതി കൂടെ. നമ്മൾ ബ്രാക്കറ്റ് റിമൂവ് ചെയ്താൽ മൈനസ് എ മൈനസ് ബി മൈനസ് സി മൈനസ് ബി തന്നെയാണ് കിട്ടുക. മൈനസ് എ മൈനസ് ഡി മൈനസ് സി മൈനസ് ബി തന്നെയാണ് കിട്ടുക. ഓക്കെ, ദാറ്റ് ഈസ് 360 മൈനസ് എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി. നോക്കി നോക്ക് നിങ്ങൾ. എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി എന്താ വരികയെന്ന്? എ അല്ലെ. എ പ്ലസ് ഇത് രണ്ടും കൂടെ കൂടിയാൽ 2a പ്ലസ് 2b പ്ലസ് 2c പ്ലസ് 2d എന്ന് പറഞ്ഞാൽ എത്രയാണ്? 360 അല്ലേ അല്ലെ. ഇത് മൊത്തം, അതേപോലെ ഇത് മൊത്തം അല്ലെ. ഇത് മൊത്തം, ഇത് മൊത്തം, അതേപോലെ ഇതും കൂടെ കൂടിയാൽ 360. ഇത് ഓരോന്നും അതിന്റെ പകുതിയല്ലേ, ബൈസെക്ടർ അല്ലേ നമ്മൾ വരച്ചേ. അപ്പൊ ഇതിന്റെ പകുതിയാണ് ബി. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി എന്ന് പറയുന്നത് എത്രയാ വരിക? 180 അല്ലേ വരിക. എല്ലാം കൂടെ കൂട്ടാൻ 360. അപ്പൊ അതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ 180 ആണ് വരിക. അപ്പൊ 360 എന്ന് 150 കുറച്ചാൽ നമുക്ക് എന്താ കിട്ടുക? 180 അല്ലേ കിട്ടുക. അപ്പൊ നമുക്ക് എസ് പ്ലസ് ക്യൂ എത്രയാണ്? 150 ആണ് അല്ലെ. എതിർ കോണുകള് കൂട്ടിയപ്പോ ആഡ് ചെയ്തപ്പോ സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഇസ് ഈക്വൽ ടു 180. അങ്ങനെയാണെങ്കിൽ പി ക്യു ആർ എസ് എന്ന് പറയുന്നത് എന്താന്ന് പറയാ നമുക്ക്? ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ചക്രീയ ചതുർഭുജമാണ് അല്ലെ. ഇവിടെ ഇതാണ് 2a പ്ലസ് 2b പ്ലസ് 2c പ്ലസ് 2d ഈക്വൽ ടു എത്രയാണ്? 360. നമുക്ക് ഓൾറെഡി അറിയാം ഒരു ചതുർഭുജത്തിന്റെ എല്ലാ കോണുകളും ആകെക്കോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരിക? 360. അപ്പൊ ഇത് 2 into a plus b plus c plus d ആണ് 360. അങ്ങനെയാണെങ്കിൽ a plus b plus c plus d ഈക്വൽ ടു 360/2. അതാണ് എന്തെന്ന് പറഞ്ഞാല് 180 എന്ന് പറഞ്ഞാൽ അല്ലെ. ഈ 180 നമ്മൾ ഇവിടെ കൊടുത്തത്. a പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി 180 നിങ്ങൾ എടുത്തത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതും നിങ്ങൾ എന്ത് ചെയ്ത് നോക്കണം? പേപ്പറിൽ വരച്ചിട്ട് ചെയ്ത് നോക്കണേ, എന്നാൽ മാത്രമേ ക്ലിയർ ആവുള്ളൂ. ഓക്കെ, ഇനി നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കോ. 2 circles below intersect at PQ and lines through this point meet the circle at ABCD. The line AC and BD are not parallel. Prove that if these lines are of equal length, then ABCD is a cyclic quadrilateral. ഇതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അതായത് മലയാളത്തിലാണെങ്കിൽ ചിത്രത്തിലെ വൃത്തങ്ങൾ പി ക്യു എന്നീ ബിന്ദുക്കളിൽ മുറിച്ചു കടക്കുന്നു. ഈ ബിന്ദുക്കളിലൂടെയുള്ള 2 വരകൾ വൃത്തങ്ങളുമായി എ ബി സി ഡി എന്നീ ബിന്ദുക്കളിൽ കൂട്ടിമുട്ടുന്നു.
ACBD എന്നീ വരകൾ സമാന്തരമല്ല. ഈ വരകൾക്ക് ഒരേ നീളമാണെങ്കിൽ ABCD ചക്രീയ ചതുർഭുജമാണെന്ന് തെളിയിക്കുക. ഇതാണ് നമ്മളോട് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ചിത്രത്തിൽ നമുക്ക് ഇങ്ങനെയൊക്കെ തന്നിട്ടുണ്ട്. അതായത് ഈ രണ്ട് സർക്കിൾസ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് പിയും ക്യൂവും. അതിലൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? AC എന്ന് പറയുന്ന ഒരു വരയും വരച്ചിട്ടുണ്ട്, BDയും വരച്ചിട്ടുണ്ട് അല്ലെ. എന്നിട്ട് ഈ ABCD എന്ന് പറയുന്നത് എന്താ നമുക്ക് തെളിയിക്കണം? ഈ ACയും BDയും തുല്യമാണെങ്കിൽ, ഈക്വൽ ആണെങ്കിൽ, ലെങ്ത് ഈക്വൽ ആണെങ്കിൽ ABCD എന്ന് പറയുന്നത് എന്താണ്? ഇസ് എ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ, ചക്രീയ ചതുർഭുജമാണ്. ഇതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം ഇത് ജോയിൻ ചെയ്യാണ്. PQ എന്ന് പറയുന്ന ലൈൻ എന്ത് ചെയ്യുന്നു? ജോയിൻ ചെയ്യുന്നു. PQ ജോയിൻ ചെയ്തു. PQ വരക്കാന്ന് വിചാരിച്ചോ. എക്സ്ട്രാ ആയിട്ട് ജോയിൻ PQ. അപ്പൊ PQ ജോയിൻ ചെയ്തപ്പോ നമ്മളിവിടെ ABQP എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലേറ്ററൽ കാണുന്നില്ലേ അല്ലെ? ഒരു ചതുർഭുജം കാണുന്നില്ലേ? ABQP എന്ന് പറയുന്ന ഒരു ചതുർഭുജം നിങ്ങൾ കാണുന്നുണ്ട്. ഓക്കെ, അതൊരു സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആണല്ലോ, ചക്രീയ ചതുർഭുജമല്ലേ? അല്ലെ, ചക്രീയ ചതുർഭുജമാണ്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, ഈ ആംഗിൾ A എന്ന് പറയുന്നത് ഒരു X ഡിഗ്രി ആണെന്ന് എടുക്കാം. ആംഗിൾ A എന്ന് പറയുന്നത് നിങ്ങൾ എന്തെടുക്കുക? ആംഗിൾ A സമം ഒരു X ഡിഗ്രിയാണ്. അപ്പൊ ഇത് X ഡിഗ്രി ആണെങ്കിൽ ഇവിടെ നിങ്ങൾ ഒരു ആംഗിൾ കാണുന്നില്ലേ? ഈ ആംഗിൾ എത്രയായിരിക്കും വരിക? നിങ്ങൾ തൊട്ട് മുമ്പ് പഠിച്ചിട്ടുണ്ട്. പുറംകോൺ എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്ററലിന്റെ, ചക്രീയ ചതുർഭുജത്തിന്റെ പുറംകോൺ എന്ന് പറയുന്നത് അതിനെതിരായിട്ടുള്ള അകക്കോണിന് തുല്യമാണ് അല്ലെ? ഓക്കെ, ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിളിന് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്താ വരിക? X ആണല്ലോ വരിക അല്ലെ? ഇത് X ആ വരിക. ഇനി നിങ്ങൾ ഇവിടെ നോക്കുക, ഒരു PQDC എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലേറ്ററൽ കാണുന്നില്ലേ നിങ്ങൾ? അതും എന്ത് ക്വാഡ്രിലേറ്ററലാ? സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ അല്ലെ? ഇതൊരു ചതുർഭുജമാണ്. ഈ ഒരു ചതുർഭുജവും എന്താണ്? ചക്രീയ ചതുർഭുജമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ X ആണെങ്കിൽ ഈ ആംഗിൾ എത്രയാ വരിക? ഈ ആംഗിള് രണ്ടും കൂടെ കൂട്ടി എത്ര കിട്ടണം നമുക്ക്? 180 കിട്ടണ്ടേ? 150 കിട്ടണ്ടേ? അങ്ങനെയാണെങ്കിൽ ഇത് 180 മൈനസ് എന്താ വരിക? X അല്ലേ വരിക അല്ലെ? ഇത് 150 മൈനസ് X ആണ് വരിക. ഓക്കെ, അതായത് നമുക്ക് ഇങ്ങനെ എഴുതാം. ആംഗിൾ A നമ്മൾ X എടുത്തപ്പോ ആംഗിൾ PCD എന്ന് പറയുന്നത് എത്രയാണ്? 180 മൈനസ് X ആണ് വരിക. ഈ ആംഗിൾ 180 മൈനസ് X ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ആംഗിളും ഈ ആംഗിളും കൂടെ കൂട്ടി വെക്കുക. ആംഗിൾ Aയും കോൺ Aയും കോൺ Cയും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നു. എന്താ നമുക്ക് കിട്ടുക നോക്ക്? കോൺ A നിങ്ങൾ X ആണെന്ന് എടുത്തിട്ടുണ്ട് അല്ലെ? പ്ലസ് ഈ ആംഗിൾ നമുക്ക് എത്രയാണ് കിട്ടിയത്? 180 മൈനസ് X എന്നാ കിട്ടിയത്. ഇപ്പൊ രണ്ടും കൂടെ കൂട്ടിയാൽ എന്താ കിട്ടുക? ഈ Xഉം കട്ടായി, ക്യാൻസൽ ആയി. 180 എന്നല്ലേ കിട്ടുക? 180 എന്നല്ലേ കിട്ടുക? അതായത് ആംഗിൾ Aയും ആംഗിൾ Cയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 180 ആണ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സൈഡിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ആ രണ്ട് സൈഡ് എന്ത് സൈഡാണ്? സമാന്തരമല്ലേ? പാരലൽ അല്ലേ? ആംഗിൾ A പ്ലസ് ആംഗിൾ C 180 ആയതുകൊണ്ട് ഈ രണ്ട് സൈഡും എന്ത് സൈഡാണ്? പാരലൽ സൈഡാണ്, സമാന്തര വശങ്ങളാണ് അല്ലേ? അപ്പൊ ഇത് രണ്ടും സമാന്തര വശങ്ങളാണ്. പിന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് AC-യും BD-യും എന്താണ്? നീളം തുല്യമാണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈ ABC എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം നമുക്ക്. ABC എന്ന് പറയുന്നത് ഒരു സമപാർശ്വ ലംബകമല്ലേ അല്ലെ? ഒരു സമപാർശ്വ ലംബകമാണ്, ഐസോസ്ലസ് ട്രപ്പീസിയമാണ്. ABC ഒരു ഐസോസ്ലസ് ട്രപ്പീസിയമാണെന്ന് പറയാം. ABC
ഡി. ഓക്കെ, എ ബി സി ഡി ഐസോസലസ് ട്രിപ്പീസിയ. അപ്പൊ നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് നിങ്ങൾ തെളിയിച്ചില്ലേ, ഒരു ഐസോസലസ് ട്രിപ്പീസിയം ആണെങ്കിൽ, സമപാർശ്വ ലംബകമാണെങ്കിൽ അതെന്താണ്? ചക്രീയമാണ്. ഐസോസലസ് ട്രിപ്പീസിയം ഈസ് എന്താണ്? സൈക്ലിക് ആണ്. അപ്പൊ ഇത് എ ബി സി ഡി എന്ന് പറയുന്നത് നമുക്ക് എന്താന്ന് പറയാം? സൈക്ലിക് ആണെന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ ചക്രീയമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഇതേപോലെ നിങ്ങൾ അടുത്തൊരു ആറാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്, 2. സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കാം. അതിൽ ഇത്രയും ചെയ്യേണ്ട ആവശ്യം വരില്ല. നിങ്ങൾ ഇവിടെ എക്സ് എടുത്തു കഴിഞ്ഞാൽ ഇത് എക്സ് ആയിരിക്കും. അതേപോലെ അടുത്ത ഒരു സർക്കിളും കൂടെ വരുന്നുണ്ട്. ഒരു സർക്കിളും കൂടെ വരുന്നുണ്ടെങ്കിൽ ഇത് എക്സ് ആണെങ്കിൽ ഇവിടെ എന്ത് വരും? എക്സ് വരും അല്ലേ? ഇവിടെയുള്ള ആംഗിൾ എക്സ് വരും. ഇവിടെയുള്ള ആംഗിൾ എക്സ് എടുത്താൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വിധത്തിൽ വരിക 150 മൈനസ് എക്സ് ആ. അപ്പൊ ഇത് 150 മൈനസ് എക്സ്, ഇത് എക്സ്. ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എന്തായി? 180 കിട്ടുക അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്കത് നേരിട്ട് എന്ത് പറയാം? സൈക്ലിക് ആണെന്ന് പറയാം. അപ്പൊ ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ആറാമത്തെ ക്വസ്റ്റ്യനിൽ, ടെക്സ്റ്റ് ബുക്കിൽ ആറാമത്തെ ക്വസ്റ്റ്യനിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പെട്ടെന്ന് കഴിയും. ഇതിലും കുറച്ചും കൂടെ എളുപ്പത്തിൽ കഴിയും. ഓക്കെ, ചെയ്യണേ. നിങ്ങൾ നോട്ടിൽ കൃത്യമായിട്ട് എഴുതി വെക്കണേ. ഇതൊക്കെ നിങ്ങൾ വീഡിയോ കാണുക. വീഡിയോ കണ്ടിട്ട് ഏതെങ്കിലും ഭാഗം മനസ്സിലാകുന്നുണ്ടെങ്കിൽ അവിടെ പോസ് ചെയ്യുക. എന്നിട്ട് ഒന്നുകൂടെ കുറച്ചുകൂടെ ബാക്കോട്ട് പോവുക. ബാക്കോട്ട് പോയിട്ട് എന്ത് ചെയ്യുക? ഒന്നുകൂടെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് കാണാം. അങ്ങനെ കണ്ട് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതി വെക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി എന്തെങ്കിലും മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? എന്നോട് ചോദിച്ചാൽ മതി. ഓക്കെ ആണേ? ഇനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ടെക്സ്റ്റ് ബുക്കിലുള്ള ഏഴാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദ പിക്ചർ പോയിന്റ് PQR are marked on the side BC CA AB of a triangle ABC and the circumcircle of triangle AQR and BRP are drawn. M is the point where these circles intersect. Prove that the circumcircle of triangle CPQ also passing through M. Okay. ഇതാണ് നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. CPQ also passing through M. ഇനി മലയാളത്തിലാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ചിത്രത്തിൽ ABC എന്ന ത്രികോണത്തിലെ BC, CA, AB എന്നീ വശങ്ങളിൽ PQR അടയാളപ്പെടുത്തിയിരിക്കുന്നു. AQR, PBR എന്നീ ത്രികോണങ്ങളുടെ പരിവൃത്തങ്ങൾ വരച്ചിരിക്കുന്നു. ഈ വൃത്തങ്ങൾ കൂട്ടിമുട്ടുന്ന ബിന്ദുവാണ് M. CPQ എന്ന ത്രികോണത്തിൽ പരിവൃത്തം എമ്മിൽ കൂടി കടന്നു പോകുന്നു എന്ന് തെളിയിക്കുക. ഓക്കെ, ഇതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഒരു ചിത്രത്തില് ഓരോ സൈഡിൻ്റെയും മുകളിലുള്ള പോയിന്റ് ആണ് PRQ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ARQ എന്ന് പറയുന്ന ട്രയാങ്കിളിന് നമ്മൾ എന്ത് വരച്ചിട്ടുണ്ട്? ഒരു സർക്കിൾ പരിവൃത്തം വരച്ചിട്ടുണ്ട്. അതേപോലെ PBR എന്ന് പറയുന്ന ഇതിനും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ട്രയാങ്കിളിനും ഒരു പരിവൃത്തം വരച്ചിട്ടുണ്ട്. അത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് M എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, M എന്ന് പറയുന്ന പോയിന്റ് അത് മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ തെളിയിക്കേണ്ട എന്താ? ഇതിൻ്റെ PQCയുടെ ഒരു പരിവൃത്തം സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ഏതിലൂടെ പാസ് ചെയ്യും? M എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യും. ഇതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് ഇതിൽ ചെറിയ കൺസ്ട്രക്ഷൻസ് നമ്മൾ വരുത്താം. ഈ ഫിഗറിൽ നമ്മൾ ചെറിയ കൺസ്ട്രക്ഷൻസ് വരുത്താം. എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ QM ജോയിൻ ചെയ്യുന്നു. QM ജോയിൻ ചെയ്തു. അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക?
പി എമ്മും ജോയിൻ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ നമ്മൾ ജോയിൻ ചെയ്തു. എന്നിട്ട് നമ്മൾ തെളിയിക്കേണ്ട എന്താ? ഈ പി ക്യു സി എന്ന് പറയുന്ന ട്രയാങ്കിളിന് നമ്മളൊരു പരിവൃത്തം വരച്ചാൽ അത് എമ്മിലൂടെ കടന്നു പോകുന്നല്ലേ തെളിയിക്കണ്ടേ? അതിന് പകരം നിങ്ങളിവിടെ പി സി ക്യു എം എന്ന് പറയുന്ന ഒരു ചതുർഭുജം കാണുന്നുണ്ടോ ക്വാഡ്രിലേറ്ററൽ? അത് സൈക്ലിക് ആണെന്ന് കാണിച്ചാൽ പോരെ? അത് സൈക്ലിക് ആണെന്ന് കാണിച്ചാൽ ഏത് കൂടെ പാസ് ചെയ്യും? എം ക്യു സി പി. ആ സർക്കിൾ വരച്ചാൽ ഈ 4 പോയിന്റിലൂടെയും പാസ് ചെയ്യൂലേ? അപ്പോൾ നമുക്ക് കാണിക്കേണ്ട എന്താ? ഈ 3 പോയിന്റ് കൂടെ പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ വരച്ചാൽ ഈ എമ്മിലൂടെ പാസ് ചെയ്യുന്ന തെളിയിക്കണ്ടേ? അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ പി സി ക്യു എം എന്ന് പറയുന്നത് ഒരു എന്താണ്? സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആണ് അല്ലെ? അതായത് ഈ ആംഗിള് എം എന്ന് പറയുന്ന ആംഗിളും എം എന്ന് പറയുന്ന ആംഗിളും ഈ എം എന്ന് പറയുന്ന ഈ ആംഗിള്, ഈ മൊത്തം ആംഗിളും ഈ സിയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 കിട്ടിയാൽ മതി. ഓക്കെ, ഇനി ഞാൻ അതിൽ ഒരു കൺസ്ട്രക്ഷൻ കൂടെ വരുത്താണേ. ഒരു കൺസ്ട്രക്ഷൻ കൂടെ വരുത്തുന്നതെന്ന് പറഞ്ഞാൽ ഈ എം ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ടേക്ക് വരക്കുന്നു, ജോയിൻ ചെയ്യുന്നു. എമ്മിലൂടെ ഇവിടത്തേക്ക് ജോയിൻ ചെയ്യുന്നു. ഓക്കെ, ഇത്രയും കൺസ്ട്രക്ഷൻസ് വരുത്തി. ഇനി നിങ്ങൾ നോക്കുക, ഇവിടെ നിങ്ങൾ ഒരു ചതുർഭുജം കാണുന്നുണ്ടോ? ARMQ എന്ന് പറയുന്നത്, ARMQ എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലേറ്ററൽ കാണുന്നുണ്ട് അല്ലേ? അത് സൈക്ലിക് അല്ലേ? ഇതാ ഈ സർക്കിളിന്റെ 4 മൂലയിലും അല്ലേ അതിന്റെ ആംഗിൾസ് ഉള്ളത് അല്ലെ? സൈഡ്സുകൾ ഉള്ളത്, സോറി ആംഗിൾസ് ഉള്ളത്. ഈ മൂലകൾ ഓരോന്നും ഇതിലാണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതെന്താന്ന് പറയാം നമുക്ക്? ഒരു സൈക്ലിക് ആണ്. അതായത് ആംഗിൾ ARMQ എന്ന് പറയുന്നത് സൈക്ലിക് ആണ് അല്ലെ? സൈക്ലിക് ആണ് അല്ലെങ്കിൽ ചക്രീയമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, രണ്ടും എന്താണ്? തുല്യമാണ് അല്ലെ? പുറംകോണും അല്ലെ ഇതിന് എതിരായിട്ടുള്ള അകക്കോണും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. പഠിച്ചല്ലേ അല്ലെ? ഇന്നർ ആംഗിൾ ഈസ് ഈക്വൽ ടു ഈ ഇന്റീരിയർ ആംഗിളിന് തുല്യമാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ QMC എന്ന് പറയാലോ അല്ലെ? ആംഗിൾ എയും QMC എന്ന് പറയുന്ന ആംഗിളും തുല്യമാണ്. ഇനി അതേപോലെ നിങ്ങൾ അപ്പുറത്ത് ഇവിടെ ഒന്ന് കാണുന്നുണ്ടോ? PBRM എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലേറ്ററൽ, PBRM എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലേറ്ററൽ, അതില് ഈ ബി എന്ന് പറയുന്ന ആംഗിളും ഏതും തുല്യമായിരിക്കും? ഇതേപോലെ ഈ ബിക്ക് തുല്യമാണ്. ഏതെന്ന് പറയാം നമുക്ക്? ഈ ആംഗിൾ എന്ന് പറഞ്ഞൂടെ അല്ലെ? ബിക്ക് തുല്യമാണ് ഈ ഒരു ആംഗിൾ എന്ന് പറയാം അല്ലെ? അപ്പൊ ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ PMC ആണെന്ന് പറയാം അല്ലെ? ആംഗിൾ ബി ഈക്വൽ ടു എന്താണ്? ആംഗിൾ PMC ആണ്. ഇനി ഞാൻ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാണ്. ആംഗിൾ QMC പ്ലസ് ആംഗിൾ PMC എന്ന് പറയുന്നത് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി അല്ലേ? ഇത് എ ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഇതെന്താന്ന് കിട്ടിയിട്ടുണ്ട്? ബി ആണ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ആണ്. ഇനി PMC എന്ന് പറയുന്ന ആംഗിളും QMC എന്ന് പറയുന്ന ആംഗിളും കൂടെ കൂട്ടിയാൽ ഈ മൊത്തം ആംഗിൾ അല്ലേ കിട്ടുക അല്ലേ? അതായത് ആംഗിൾ
പി എം ക്യു ആണ്. അത് എത്രയാണ്? ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ആണ്. നമുക്ക് കിട്ടേണ്ടത് എന്താ? ഈ ആംഗിളും ഈ സിയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണെന്ന് കിട്ടണ്ടേ? 180 എന്നല്ലേ കിട്ടണ്ടേ? അങ്ങനെയാണെങ്കിൽ ആംഗിൾ പി എം ക്യു പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി അല്ലേ? ഇവിടെ ഞാനൊരു സി ആഡ് ചെയ്തു, ഈ സൈഡിൽ ഈ ആംഗിൾ ആഡ് ചെയ്തു. അപ്പോൾ നമ്മൾ അപ്പുറത്തെ സൈഡിൽ എന്ത് ചെയ്യണം? ഈ ഒരു ഇക്വേഷന്റെ ഒരു സൈഡിൽ നമ്മൾ എന്ത് ആഡ് ചെയ്തു? ആംഗിൾ സി ഇവിടെ ആഡ് ചെയ്തു അല്ലെ? ഇവിടെ സി ആഡ് ചെയ്തു. അപ്പൊ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ സി ആഡ് ചെയ്യണം. ഇനി ഇതെത്രയാ നോക്കി നോക്ക്. കോൺ എ പ്ലസ് കോൺ ബി പ്ലസ് കോൺ സി, കോൺ ബി കോൺ സി, ഈ മൂന്ന് ആംഗിളും കൂടെ കൂട്ടിയാൽ ഇതൊരു ട്രയാംഗിൾ അല്ലേ? എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാംഗിൾ അല്ലേ? ട്രയാംഗിളിന്റെ മൂന്ന് ആംഗിളും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും കൂടെ കൂട്ടി എത്രയാ? 180 ആണല്ലോ. 150 അല്ലേ? 180 ആണെന്ന് പറയാം. അപ്പൊ 180 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ ഒരു ചതുർഭുജത്തിന്റെ ക്വാഡ്രിലേറ്ററിന്റെ എതിർ കോണുകൾ ഓപ്പോസിറ്റ് ആംഗിൾസ് ആഡ് ചെയ്തപ്പോ 180 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വാഡ്രിലേറ്ററൽ എന്ത് ക്വാഡ്രിലേറ്ററലാ? സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ അല്ലേ? ചക്രീയ ചതുർഭുജമാണല്ലോ അല്ലെ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനൊരു സർക്കിൾ വരച്ചാൽ ഏത് പോയിന്റ് കൂടെ പാസ് ചെയ്യും? എം എന്ന് പറയുന്ന പോയിന്റ് കൂടെ പാസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് തെളിയിക്കുന്നത്. അപ്പൊ ഇത് കൃത്യമായിട്ട് എഴുതി നോക്കണേ. നോട്ടിൽ എന്ത് ചെയ്യുക? ഇതേപോലെ വരച്ചു വെക്കുക. എന്നിട്ട് ഓരോ ടൈമിൽ നമ്മൾ ചെയ്ത കൺസ്ട്രക്ഷൻസും അതേപോലെ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? നോട്ടിൽ ഓരോ സ്റ്റെപ്പായിട്ട് എഴുതി നോക്കണം. എന്നാലാണ് നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, ക്ലിയർ?